ബർത്ത്ഡേക്ക് മകള് തന്ന ഗിഫ്റ്റ് പേഴ്സ. നിങ്ങൾക്ക് രസകരമായി ഒരുപാട് നുറുങ്ങുകൾ അതിലുണ്ട്. പുതിയ തലമുറയ്ക്ക് അത് ചിലപ്പോൾ ഒരു വിഡ്ഢിത്തരമായിട്ടൊക്കെ തോന്നും. തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാ ഈ പേഴ്സ് കൊണ്ടുനടക്കാൻ ഉദ്ദേശിക്കണേന്ന്. ഇതിനകത്തൊരു കാര്യമല്ല, 2 കാര്യം വയ്ക്കും. ഞാൻ തന്നെ പോകുമ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു 2-3 നമ്പറുകൾ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും മേലായി വരുമ്പോൾ നമ്മളായിരിക്കൂല വിളിക്കുന്നത്, മറ്റുള്ളവരായിരിക്കും വിളിക്കുന്നത്. അപ്പം നമ്പറുകളായിട്ടാണ് ഞാൻ പുറത്തേക്ക് തന്നെ പോവുള്ളൂ. ഇത് എന്താവശ്യത്തിനായി മുറ മേടിച്ച്? പിന്നെ വേറൊരു സംഭവം ഞാൻ മേടിച്ചു. എളുപ്പമാർഗത്തിൽ സിറ്റ് ഔട്ട് തുടക്കാൻ വേണ്ടി ഞാൻ മേടിച്ചു വെച്ചേക്കണത്. ചട്ടി സാധനങ്ങള് അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നിന്ന് മുട്ടിയേച്ച് അങ്ങനെ അങ്ങ് സ്റ്റോപ്പ് ആവും. ഭാവിയിലൊക്കെ അടുത്ത തലമുറകളൊക്കെ എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ ചെയ്യട്ടെ. പുതിയ പിള്ളേർക്ക് വേണ്ടി പറയുന്ന കേട്ടോ. ഇപ്പൊ ഈ മഴക്കാലത്തെ അതിൽ ചിലപ്പോൾ ഒരു ഇഴജന്തുവും കയറിയിരുന്ന അറിയില്ല. അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കണതേ വേറൊരു സംഗതിയായിട്ട് പറയാനാ. ബർത്ത്ഡേക്ക് മകള് തന്ന ഗിഫ്റ്റ് പേഴ്സ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പേഴ്സ് കണ്ടപ്പോ എനിക്ക് പേഴ്സ് വളരെ ഇഷ്ടമായി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഞാൻ കൊണ്ടു നടക്കുമ്പോൾ പേഴ്സ് കൊണ്ടു നടക്കണ എങ്ങനെയാണെന്ന് എൻ്റെ വാട്ട് ഈസ് ഇൻ മൈ ബാഗ് എന്നുള്ളതിൽ പേഴ്സ് ഇട്ട് കാണിച്ചിട്ടുണ്ട്. വിശദമായിട്ട് നിങ്ങൾക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് ലിങ്ക് ഇട്ട് തരും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും വാട്ട് ഈസ് ഇൻ മൈ ബാഗ് അല്ലേ. അതില് കംപ്ലീറ്റ് നിങ്ങൾക്ക് രസകരമായ ഒരുപാട്, അതൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് രസകരമായ ഒരുപാട് നുറുങ്ങുകൾ അതിലുണ്ട്. പുതിയ തലമുറയ്ക്ക് അത് ചിലപ്പോൾ ഒരു വിഡ്ഢിത്തരമായിട്ടൊക്കെ തോന്നും. പക്ഷെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്കും ചെറുപ്പം മുതലേ അങ്ങനെ ജീവിച്ചു പോകുന്നവർക്കും അത് വളരെ നല്ല ഒരു മെത്തേഡായിട്ട് തോന്നും. അതിൽ ഞാൻ പെട്ടെന്ന് മെമ്മറിയിൽ എനിക്ക് വന്നത് കോലഞ്ചേരിയിലുള്ള പേര് മെൻഷൻ ചെയ്യുവാണ്. ഞാൻ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിനി, ഒരു സ്റ്റുഡൻറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു, ഭാർഗവി. അപ്പം ലിനോ ഇത് കറക്റ്റ് 100% ഷുവറാട്ടോ നമ്മുടെ കാലഘട്ടം ഇങ്ങനെ ആയിരുന്നെന്ന്. ആ പുള്ളിക്കാരത്തിന് ഞാൻ നേരിയ ഓർമ്മ എനിക്കുള്ളൂ. ഈ പേരിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് പിടികിട്ടൂല. ഒരുപാട് പിള്ളേരുണ്ടാവില്ലേ ക്ലാസ്സിലുള്ളവരെ തന്നെ ഇപ്പോൾ പേര് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ പിന്നെ വർഷങ്ങൾ എത്രയായി, 86-ൽ ഞാൻ പോകുന്നത് അവിടെ നിന്ന്. അപ്പം പിന്നെ ഓർമ്മയില്ല. പക്ഷെ ഭാർഗവി റെഗുലറായിട്ട് കമൻറ്റ് ഇടാറുണ്ട് കേട്ടോ, അതും പറയുമായി കൂടെ. അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതൊന്ന് കയറി നോക്കും, നല്ല രസമായിരിക്കും അത് കേൾക്കാനായിട്ട്. അപ്പം ഈ പേഴ്സ് ഞാൻ കൊണ്ടു നടക്കുമ്പോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങളോടൊന്നും പറയാം. പേഴ്സുമായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ പേഴ്സിൽ ഞാൻ എന്തൊക്കെ കരുതണമെന്ന് ഞാൻ തന്നെ ട്രാവൽ ചെയ്യുമ്പോഴത്തെ കാര്യം കേട്ടോ പറഞ്ഞത്. കൂടെ ഇപ്പം എല്ലാവരും കൂടെ കാറിന് പോവുകയാണെങ്കിൽ ഈ പേഴ്സ് എടുക്കാൻ സാധ്യതയില്ല. എടുത്തിട്ടുണ്ടെങ്കിലും ഈ രീതിയിലൊന്നും ആയിരിക്കില്ല പേഴ്സിൻ്റെ ആകാം. കാരണം ഫോൺ ചിലപ്പോൾ ഇതിനകത്തുണ്ടാവും. കുറച്ച് പൈസ അപ്പം എപ്പോഴും പറയും ഒന്നിച്ച് പോകുമ്പോഴാണെങ്കിലും കുറച്ച് പൈസ സ്വന്തമായിട്ട് നമ്മുടെ കയ്യിൽ കരുതിക്കൊള്ളണമെന്ന്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യാവസ്ഥയല്ലേ. അപ്പം എപ്പോഴും കുറച്ച് പേഴ്സ് എവിടെ പോയാലും അപ്പം എന്നോട് പറയും 100-300 രൂപ അതിലിടാൻ പറഞ്ഞ് പണ്ട് മുതലേ എൻ്റെയിലേക്ക് എടുത്ത് തരാറുണ്ട്. അതിലിട്ട് നടന്നോളണമെന്ന് 2 പേരും ഒന്നിച്ച് പോയാലും. അപ്പം അങ്ങനെ സംഭവിക്കുന്ന കാര്യം അപ്പം ഞാനൊന്ന് പറയാം. തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ പേഴ്സ് കൊണ്ടു നടക്കാൻ ഉദ്ദേശിക്കണേന്നാണ്. ആദ്യമേ തന്നെ പേഴ്സിന്റെ അകത്ത് സൈഡിലൊരു ഇതുണ്ട്, ക്ലച്ച് എന്നാണ് പറയണ്ടേ. ക്ലച്ച് കൊണ്ടു നടക്കണ എങ്ങനെയാന്ന് വെച്ചതേ കൊച്ചു ഫോണാണ് ഞാൻ യൂസ് ചെയ്യണേന്ന് എല്ലാ വ്യൂവേഴ്സിനും അറിയാം. അത് എന്തിനാ ഇതിലിടണേന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഫോൺ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാനുള്ള സൗകര്യം. ബസ്സിലൊക്കെ ഞാൻ യാത്ര ചെയ്യണ ആളാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഇടും ഒന്ന്. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ പേഴ്സ് വെക്കണമെങ്കിൽ വെക്കാം. ഈ പേഴ്സ് വെക്കണമെങ്കിൽ വെക്കാം. അതെന്തിനാ അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതേ വെക്കാൻ പറ്റുള്ളൂ ചില്ലറ ഇടാനായിട്ട്. മനസ്സിലായോ? ചില്ലറ ഇടാൻ ഇങ്ങനെ. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സാധനങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ ഇതിൽ പറ്റൂല. ഇത് മാത്രം കൊണ്ടുപോവുകയാണെങ്കിൽ. ബാഗ് ആണെങ്കിൽ ഇത് ബാഗിന്റെ അകത്തേക്ക് ഇടാം. ബാഗിന്റെ അകത്ത് ഇടുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇത് ഇവിടെ വെക്കാൻ പാടില്ല. ബാഗിന്റെ സൈഡില് സിപ്പ് കവറിൽ ഇത് ഇട്ടോളണം. ഫോൺ മാത്രം കേട്ടോ, ആരെങ്കിലും വിളിച്ച് നമുക്ക് പെട്ടെന്ന് അറിയണ്ടേ. അപ്പം ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സ് ഇതിലിട്ട് പോവുകയാണെങ്കിൽ ഇതിൽ നോട്ടുകൾ കരുതും. അപ്പം ഇതിൽ നോട്ടൊന്നും ഇല്ല കേട്ടോ. അതേ 10 രൂപ കിടപ്പുണ്ടേ. നോട്ട് ഇതിലിട്ടേച്ച് ഇതിൽ വെക്കുക. അതായത് 100-300 ഒക്കെ അല്ല, നമ്മൾ തന്നെ പോവുകയാണെങ്കിൽ 300 ആയിരിക്കൂല. നമുക്ക് ഉൾക്കൊള്ളുന്ന പൈസ എത്രയാന്ന് വെച്ചാൽ ഇതിൽ കരുതി ഇതിൽ വെക്കുക. മനസ്സിലായോ? പിന്നെ കോയിൻ ഇതിനകത്തേക്ക് ഇടുക. ഇങ്ങനെ. പിന്നെ ഇത് കൂടാതെ ഒരു സാധനം കൂടെ ഞാൻ ഇതിൽ കരുതാറുണ്ട് പേഴ്സിൽ. ID കാർഡ് വെക്കാറില്ലേ? ഇതിനകത്തൊരു കാര്യമല്ല, 2 കാര്യം വെക്കും. ഒന്ന് ഇതാ നമ്മുടെ ഞാൻ തന്നെ പോകുമ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു 2-3 നമ്പറുകൾ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ടായിരിക്കും.
ഇവരുടെ രണ്ടുപേരുടെ ഉണ്ടാവും, വല്യപ്പയുടെ നമ്പർ ഉണ്ടാവും, അമ്മാച്ചൻ്റെ നമ്പർ ഉണ്ടാവും. അതൊരു പേപ്പറിൽ എഴുതിയാ ഇടാറ്. അത് ചിലപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ ചിലപ്പോൾ പോകുമ്പോൾ ഈ അകത്ത് വെച്ചൊന്നും ഇരിക്കും, പറയാൻ പറ്റൂല കേട്ടോ എങ്ങനെയാന്ന്. പേപ്പറിൽ എഴുതിയാണ് ഇടാറ്. കൂടാതെ ഒരു പേന ഇതിൽ കുത്തിയിട്ടുണ്ടാവും. ബാഗ് ഉണ്ടെങ്കിൽ ബാഗിലായിരിക്കും കേട്ടോ പേനയൊക്കെ ഇടുന്നത്. അപ്പം അങ്ങനെ വെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാം കൂടെ കയറുമ്പോൾ ഇത് ഇച്ചിരി ഞെരുക്കം വരൂലേ. അപ്പൊ ബാഗ് കയ്യിലുണ്ടെങ്കിൽ ഇതേ ഇത് കരുതൂല. ഇത് മാത്രം ഓർഡിനറി ഉപയോഗിക്കാനുള്ള പൈസ ഇതിലിട്ടേച്ച് ഇതിൽ വെക്കും. പിന്നെ ഇച്ചിരി പൈസ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കും. ബാഗ് ആണെങ്കിൽ ഇതിനകത്ത് കൂടുതൽ കാശുണ്ടെങ്കിൽ ഇതിട്ടേച്ച് ഇതിനകത്ത് ആ കാശ് വെക്കും. വണ്ടിക്കൂലിക്കൊക്കെ എടുക്കാൻ വേറെ വെക്കുള്ളൂ. കാരണം എപ്പോഴും ഇത് തുറക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ ഞാൻ കാർഡ് ഉപയോഗിക്കുന്ന ആളല്ല, പൈസയാണ് കൊടുക്കാറ് സാധാരണ. അപ്പം ഇങ്ങനെയുള്ള ഏതെങ്കിലും ഇങ്ങനത്തെ ഒരു ചെറുതിലായിരിക്കും ക്യാഷ് ഷോപ്പിൽ കൈമാറാനുള്ളത് ഇരിക്കുന്നത്. ബസ് ഫയറും മറ്റുള്ള സംഗതികളും ആയിരിക്കും വേറെ കൊച്ചിതിൽ കരുതണം കേട്ടോ. പിന്നെ ഇതേ ഈ സൈഡിൽ വെക്കാൻ ഉള്ള സൗകര്യമുണ്ട്. പിന്നെ വീട് അടച്ചു പോവുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് വീടിന്റെ കീ ഇടാം. മനസ്സിലായോ? അതെ ഇങ്ങനെ. അന്നേരം പിന്നെ ഇതൊന്നുമില്ല കേട്ടോ. ഒന്നിച്ചു പോകുമ്പോ ഇതൊന്നുമില്ല. വീടിന്റെ കീ 1, ഫോൺ 2, അല്ല ഏതെങ്കിലും മുത്തുപേഴ്സ് കോയിനാണ് സാധാരണ ഇടാൻ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിൽ മുത്തുപേഴ്സ് ഇടുമ്പോൾ പിന്നെ വേറെ ഇടുമ്പോൾ ഇച്ചിരി കഞ്ചക്ഷൻ ചിലപ്പോൾ വരും ഒരുപാട് ഇടുമ്പോൾ. അപ്പം എന്നാ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് നോട്ടിട്ടേച്ച് ഇതിലേക്ക് വെച്ച്. അപ്പം എങ്ങനെ പിന്നെ എപ്പോഴും പോകുമ്പോൾ ഈ മുടി ഇങ്ങനെ സദാസമയം പ്രായമായതുകൊണ്ടായിരിക്കും ഇങ്ങനെ പൊഴിഞ്ഞു പോകും എൻ്റെ. അപ്പം അത് കാരണം ഞാനൊരു ചീപ്പ് എപ്പോഴും കരുതും. അത് ബാഗ് ഉണ്ടെങ്കിൽ ബാഗിൻ്റെ സൈഡിൽ ഇങ്ങനെയുള്ള പോക്കറ്റിൽ കരുതും. പേഴ്സ് മാത്രമാണെങ്കിൽ പേഴ്സിനകത്ത് ഇട്ടേക്കും. ഇനി നിർബന്ധമായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ടവരുടെ നമ്പർ നിർബന്ധമായിട്ട് എഴുതിയിടണം നമ്മൾ തന്നെ യാത്ര ചെയ്യുമ്പോൾ. 1, 2 നമ്മുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫ്. അതിന് എനിക്കിവിടെ എടുത്തു തന്നേക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാറിൻ്റെ നമ്മൾ അക്ഷയ പോയി ഒരു ഇതായിട്ട് കിട്ടൂല ഇവിടെ ഇരിപ്പുണ്ടത്, അങ്ങനെയുള്ള ആ സംഭവം അപ്പം ലാമിനേറ്റ് ചെയ്ത് ഇവിടെ വെച്ച് വന്നിട്ടുണ്ട്. അപ്പം ട്രാവൽ ചെയ്യണ പേഴ്സിനകത്തിട്ടുകൊണ്ടേ പോവുള്ളൂ. കാരണം നമ്മുടെ കാര്യങ്ങൾ അറിയണ്ടേ. എന്തെങ്കിലും നമുക്ക് മേലായികൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിനു വേണ്ടി കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ പിന്നെ എപ്പോഴും പേപ്പറിൽ എഴുതി ഉണ്ടാവും. ഒരാളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ നമ്പർ അതിനാണ് വെക്കണം. അതെല്ലാവർക്കും മനസ്സിലാവില്ല എന്തിനാണ് മറ്റുള്ള നമ്പർ ആഡ് ചെയ്യണേന്ന്. ചിലപ്പോൾ ഒരാളെ വിളിച്ചാൽ അയാൾ ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയതായിരിക്കില്ല, ചിലപ്പോൾ എടുത്തെന്നിരിക്കില്ല, പുറത്തെല്ലാം പരിപാടിയാണെങ്കിൽ കിട്ടിയെന്നിരിക്കില്ല. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ 2-3 പേരുടെ എമർജൻസി കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും കിട്ടും. അപ്പം അങ്ങനെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും മേലായി വരുമ്പോൾ നമ്മളായിരിക്കില്ല വിളിക്കുന്നത്, മറ്റുള്ളവരായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ കോണ്ടാക്ട് നമ്പർ എന്നും പറഞ്ഞ് ഓരോരുത്തരുടെ പേര് എഴുതി അത് ആരാന്ന് ഞാൻ അതിൽ എഴുതിയിടും. അത് നിർബന്ധമായിട്ട് ഞാൻ ചെയ്യണ പരിപാടിയാണ്. നിങ്ങളുടെ 2 പേരുടെയും കൂടാതെ ഇവിടുത്തെ വല്യപ്പയുടെ ഉണ്ടാവും, എൻ്റെ ആങ്ങളുടെ ഉണ്ടാവും. അപ്പം അങ്ങനെ അത്രയും നമ്പറുകളായിട്ടാണ് ഞാൻ പുറത്തേക്ക് തന്നെ പോവുള്ളൂ. അപ്പം ഈ പേഴ്സ് എനിക്ക് വളരെ ഉപകാരപ്രദമാണ്. നല്ല പേഴ്സാണ്. ക്ലച്ച് അല്ലേ, പേഴ്സ് എന്നല്ല ഇവള് പറഞ്ഞു. അപ്പം ഇവള് പറഞ്ഞു ഗ്രീൻ കളർ ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ്ങിലാണ്. പക്ഷെ ഞാൻ ഈ കളർ യൂസ് ചെയ്യുന്നതുകൊണ്ട് അവൾ ഇതാ മേടിച്ചോണ്ടെന്ന്. എനിക്ക് ഈ കളർ ഇൻട്രസ്റ്റാ. അപ്പൊ ഓക്കെ ബൈ. ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന പപ്പായ എല്ലാം ഉണ്ട്. ബ്രെഡ്, ഒത്തിരി സാധനങ്ങളുണ്ട്, പാവയ്ക്ക, പേസ്റ്റ്, അതിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനെടുത്തോളാം. മാങ്ങയുണ്ടല്ലോ. മാങ്ങയ്ക്ക് എത്ര രൂപയായി? 100? നീലപ്പഴാണല്ലോ. ഒരു നീലമാങ്ങയുടെ മുഴുപ്പുണ്ടോ? ഈ 3 നീലമാങ്ങ 1.5 കിലോ, 1/2 കിലോ വീതം. ഇതാണ് ശരിയായി വിളഞ്ഞ നീലമാങ്ങ. പക്ഷെ ഇത് ഒരാൾക്ക് തിന്നാൻ പറ്റില്ല, 2-3 പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. 3 പേരില്ലേ, അപ്പൊ കൊഴപ്പില്ല. പക്ഷെ അതിനാണ് അതിപ്പോ ഒരു പൂൾ എടുത്താ മതി. നമ്മള് അത് ശരിക്കും പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കും. അപ്പയുടെ വേസ്റ്റ് തീർന്നില്ല, നമ്മൾ ഉപയോഗിക്കണ തീർന്ന. ഓരോ ബാത്റൂമിൽ ഓരോ ഇതല്ലേ വെച്ചേക്കണത്. അപ്പൊ ഈ പച്ചക്കായ എന്തിനാന്നറിയാം, നമ്മൾ ഓൾറെഡി 2-3 പ്രാവശ്യം ഇപ്പം മെഴുക്കുവരട്ടി ഉണ്ടാക്കി ഈ ഇടയ്ക്ക്. അപ്പൊ അന്ന് ചോദിക്കുകയും ചെയ്തു എന്തിനാ ഈ മെഴുക്കുവരട്ടി. അപ്പൊ ഏതോ ഒരു സബ്സ്ക്രൈബർ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞായിരുന്നു മെഴുക്കുവരട്ടി ഒന്ന് കാണിക്കണമെന്നാ. ഉടൻ കാണിക്കാം കേട്ടോ. അതിന് 2 പച്ചക്കാ മേടിച്ച് 1 കാ മേടിച്ചത് ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നാളെ തന്നെ ചെയ്യാം. അതായത് 7-ാം തീയതി ശനിയാണ് ഞാൻ പറയണത്. ഞായറാഴ്ച ചെയ്യാൻ. വീഡിയോ വന്നത് എന്നാന്നറിയില്ല കേട്ടോ. ഓക്കെ. സബ്സ്ക്രൈബർ പറഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണിക്കണമല്ലോ. ബൈ.
സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്യുക. വന്ന ഉടനെ അമ്മ അതെല്ലാം എടുത്ത് മുറത്തിലേക്ക് വെക്കുക. അത് വേറൊരു സംഭവം കാണിക്കാം. ഞാൻ വെക്കുന്ന മുറ അല്ല ഇത്, വേറെ മുറ. ഇത് കറിക്കരിയണ ഒരു മുറ. ഇത് ഇച്ചിരി പഴുപ്പുണ്ട്. ഓരോന്നോരോന്ന് നമ്മള് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വെച്ചാൽ അതാത് പിറ്റേ ദിവസത്തേക്ക് പഴുത്ത് കിട്ടും കഴിക്കാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഈ വട്ടിയിലാണ് മാങ്ങയും പപ്പായയും വെക്കണത്. ഇതെടുത്ത് മാറ്റാൻ കേട്ടോ. എത്തപ്പോഴാ അപ്പം മേടിച്ചു തന്നല്ലേ പച്ചപ്പഴത്തിന്റെ കൂടെ. അപ്പൊ ഈ വട്ടിയില് ഓൾറെഡി ഇതേ പപ്പായ പഴുക്കാനായിട്ട് പൊതിഞ്ഞു വെച്ചേക്കണതാ ഇരിക്കണം. ഇതും ഒരു പപ്പായ പഴുക്കാനായിട്ട് വെച്ചേക്കണതാ. അപ്പൊ പിന്നെ അതിൽ വെക്കാൻ സ്പേസ് കുറവാ. ഇത് വേണമെങ്കിൽ അതിനകത്തേക്ക് വെക്കണ്ടേ, അതുകൊണ്ട് ഞാൻ മുറത്തിൽ വെച്ചതാട്ടോ. അപ്പൊ മനസ്സിലായോ? ക്ലിയർ ആയോ? എല്ലാം ക്ലിയർ ആയി. ഓക്കെ, കലാപരിപാടി തുടങ്ങാം. അതെ, പഴം ഇവിടെ അല്ലാട്ടോ വെക്കണത്. ഈ വട്ടി വർക്ക് ഏരിയയിലേക്ക് വെക്കും. ഇപ്പൊ ഇവിടെ വെച്ചെന്നേ ഉള്ളൂ. പഴം തട്ടയിലാ വെക്കണത്. ഇപ്പൊ കുക്കിംഗ് നടക്കണ കാരണം തട്ടയിൽ ഒട്ടും സ്പേസ് ഇല്ല. അത് കാരണം അങ്ങോട്ട് എടുത്ത് വെച്ചേക്കണതാട്ടോ. കണ്ടോ കണ്ടോ? അയ്യോ, ഇപ്പൊ ഞാനും ഇപ്പൊ എങ്ങനെ അല്ല, ഞാൻ പോവാറുണ്ട് മിക്കവാറും. മാർജിൻ ഫ്രീ പോയത് പറഞ്ഞില്ലാനോ. അപ്പൊ പോയപ്പോ ഞാൻ 2 ഐറ്റം അവിടെ നിന്ന് എടുത്താം. ഇനിയിപ്പോ കുറച്ച് സാധനം വേറെ മേടിക്കാനുള്ളപ്പോ ഒരു ദിവസം പോയി അവിടുത്തെ വീഡിയോ പിടിക്കാം. ഇതൊന്നും കാണിക്കേണ്ട ഇതല്ല, നിങ്ങളെല്ലാം ഷെയർ ചെയ്യണതുകൊണ്ട് കാണിച്ചത്. അതെ, ഒരു ചെറിയ മുറം പലതും ഉണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോ ഈ മുറത്തിനൊക്കെ എന്നാന്ന് വെച്ചാൽ എത്ര കഴിയാലും കളറൊക്കെ ഡാമേജ് ആവും. അപ്പൊ ഞാൻ പുതിയത് എടുക്കും. ഒരു മുറത്തിൽ ഇതേ മാങ്ങ നിരത്തി വെച്ചിട്ടുണ്ട്, നീലമാങ്ങ ഇന്നലെ വാങ്ങിച്ചത്. അപ്പൊ ഒരു മുറം ഇതിന് പ്രിന്റഡ് പ്രൈസ് 116. ഇത് എന്താവശ്യത്തിനാ ഈ മുറം മേടിച്ചേ? മുറത്തിന് ഇഷ്ടം പോലെ ഉപയോഗമല്ലേ സാധനങ്ങൾ എടുത്തു വെക്കാൻ. ഞാൻ പാറ്റലൊന്നുമില്ല, പാറ്റാനുണ്ടെങ്കിൽ പാറ്റാൻ. പണ്ട് ഇങ്ങനെ ഇതുകൊണ്ട് അളികൊണ്ടുള്ള നെയ്യണ മുറ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എല്ലാവരും. ഇപ്പൊ അതൊക്കെ മാറി അതിനുള്ള നിർമ്മാണങ്ങളൊക്കെ വളരെ കുറവ്, അപൂർവമായിട്ട് അത് കിട്ടാനുള്ള. അപ്പൊ ഈ പ്ലാസ്റ്റിക്കിന്റെ ഇറങ്ങിക്കഴിഞ്ഞപ്പോ എല്ലാവരും പ്ലാസ്റ്റിക്കിലേക്കായി. ഇനിയിപ്പോ എന്തിലേക്കാ മാറണമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതെ, ഇത് നമുക്ക് വീടുകളിൽ ഇത് ഇങ്ങനെ വേണമെങ്കിൽ ടോയിൻ കൊണ്ട് കെട്ടി സൈഡിൽ എവിടെയെങ്കിലും ഇടാം. ഒരു ഹോളും ഉണ്ട് സൈഡിൽ. ഞാൻ ചുമ്മാ ഇങ്ങനെ വർക്കേരിയുടെ അവിടെ ഇങ്ങനെ ചാരി വെക്കുവോ മതി. പിന്നെ മറ്റേ മുറങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ചെറിയ പല മുറങ്ങളും എന്റെ കസ്റ്റഡിയിലുണ്ട്. ഇത് ഞാൻ കലൂര് മെട്രോ സ്റ്റേഷനിൽ ചെന്നപ്പോ അവിടെ നിന്ന് മേടിച്ചതാ. ആണോ? കലൂര് അവിടെ ഇതൊക്കെ ഉണ്ടോ? ആ വഴിയോരത്ത് വേനൽക്കാലത്ത് ഇരിക്കണോണ്ട് മേടിച്ചതാ. വേനക്ക് അപ്പൊ ഇതാട്ടോ പുതിയത്. പിന്നെ വേറൊരു സംഭവം ഞാൻ മേടിച്ചു. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് പഴയത് ഒരെണ്ണം മോശമായി, അപ്പടി നൂലൊക്കെ പോയി, കളറൊക്കെ ചേഞ്ച് ആയി, ചെടിയൊക്കെ വന്ന് അപ്പടി വൃത്തികേടായി. പക്ഷെ വേറൊരു സംഭവം കൊണ്ടാണ് നമ്മൾ തുടയ്ക്കണത്. ഈ ഞാൻ തുടയ്ക്കണതല്ല, ഇവിടെ കുഞ്ഞോള് വരുമ്പോൾ തുടയ്ക്കണ വേറൊരു സംഗതി ഉണ്ട്. ഈ തുണിയും സ്റ്റാൻഡുമായിട്ടുള്ളത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിപ്പോ പുതിയത് എനിക്ക് എളുപ്പമാർഗത്തിൽ സിറ്റ് ഔട്ട് തുടക്കാൻ വേണ്ടി ഞാൻ മേടിച്ചു വെച്ചേക്കണതാ. പിന്നെ ഞാൻ അവര് വരാതിരിക്കുന്ന സമയത്തും ഡ്രോയിങ് റൂമും കിച്ചണും ഒക്കെ ഈ സാധനം കൊണ്ട് തന്നെ കേട്ടോ. ഇതാകുമ്പോ എന്നാന്നോ, ഈ ബക്കറ്റിലേക്ക് വെള്ളത്തിലങ്ങ് മുക്കി വെച്ചൊന്ന് പിഴിഞ്ഞേച്ച് ഇങ്ങനെ ഞാൻ കാണിച്ച് ഇങ്ങനെ അങ്ങ് പോവാം. എന്റെ സൗകര്യം. മറ്റവര് ചെയ്യണത് വേറൊരു സംഭവം. അത് ഞാൻ കാണിച്ചു തരാം. എല്ലാ വീടുകളിലും ഉള്ളതാണ്. ഞാൻ എന്റെ സംഗതി ഷെയർ ചെയ്യണമെന്നാട്ടോളൂ, നിങ്ങളൊന്നും വിചാരിക്കരുത്. എനിക്ക് എന്നാന്നോ ആ തുണിയൊക്കെ പിന്നെ പുള്ളിക്കാരി അതൊക്കെ കഴുകി ഉണക്കി നീറ്റായിട്ട് വർക്ക് ഏരിയയിൽ അയലിട്ടേച്ചൊക്കെ പോകും. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. അത് മെനക്കെടാൻ മടിയാ. അവര് വരുമ്പോഴേ മെനയായിട്ട് തുടയുള്ളൂ കേട്ടോ. ഞാൻ ഈ അരിയും പോലെ ഒന്നും എങ്ങനെയൊക്കെ അങ്ങ് തുടച്ചു പോവുള്ളൂ. ഇതാകുമ്പോ നീ പറഞ്ഞ പോലെ ഈസി ഹാൻഡ്ലിങ്. റോബോട്ടൊക്കെ ഉണ്ട്. അത് ഏഞ്ചലേച്ചിയുടെ അടുത്തുണ്ട്. അപ്പൊ അത് ഏഞ്ചലേച്ചി എന്നോട് പറഞ്ഞു, ലിന ചേച്ചി പേര് ഫ്ലോറ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന സംഗതികളൊന്നും പാടില്ല, അവിടെ ചെന്ന് മുട്ടി നിൽക്കുന്നു. ഓ, അപ്പൊ പിന്നെ അതുകൊണ്ട് പ്രയോജനം നമുക്ക് അധികം വന്നില്ല. അവിടെ ചെന്നപ്പോ പറഞ്ഞേ, ഇതിനെപ്പറ്റി പറഞ്ഞപ്പോ ഞാൻ ലേഖയോട് പറഞ്ഞു, ലേഖ ഒരിക്കലും നടക്കൂലെന്ന് എന്റെ അടുത്ത്. അത് മുഴുവൻ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ ലേഖ പറഞ്ഞ അവിടെ മാത്രമല്ല ആന്റി, പല വീടുകളിലും നടക്കാൻ ബുദ്ധിമുട്ടാ. അല്ലെങ്കിൽ അതുപോലെ തുറസായിട്ട് കിടക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അതായത് സെറ്റിയുടെ അടിയിട്ടൊക്കെ പൊക്കോളും. പിന്നെ ഇങ്ങനെ ഇതൊക്കെ ഇല്ലേ, വട്ടി ചട്ടി സാധനങ്ങള് അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നിന്ന് മുട്ടിയേച്ച് അങ്ങനെ അങ്ങ് സ്റ്റോപ്പ് ആവും. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല അത് പിന്നെ വില കൂടിയതുവാ, നമുക്കത് അഫോർഡ് ചെയ്യാനൊന്നും പറ്റൂല, അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ തൽക്കാലം ഇങ്ങനെയുള്ളത് കൊണ്ട് നമ്മള് ഗ്രാമാന്തരീക്ഷത്തിലുള്ളവരാണ്, നമുക്കിത് മതി. അതാണ്. പിന്നെ മറ്റേ സാധനം ഒരുപാട് പഴയത്, അത് വേണമെങ്കിൽ വെറുതെ ഒന്ന് ഷോയ്ക്ക് കാണിക്കാം. ഇതിന്റെ വില പല റേറ്റിലുള്ളതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തിക്നെസ് കുറഞ്ഞ നൂല് മതി. കൂടുതൽ തിക്നെസ് ആയാൽ എനിക്ക് മടിയാണ്. എനിക്ക് ചില കാര്യത്തിലൊക്കെ കുറെ മടിയൊക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കും പോലെ വലിയ അത്ര
ബഹുമിടിക്കൊന്നും അല്ലാണ്ട് മടിയൊക്കെ കൂടുതലൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ തിക്നെസ് കുറവുള്ളത് എടുത്തത് 250 റേറ്റ് 380 വരെ ഉള്ളത് അവിടെ അന്നേരം കണ്ടമാനം നൂല്. അപ്പൊ ഞാൻ ആ ഗിരിജ ചേച്ചിയാ കാണിക്കാനായിട്ട് മുകളിൽ വന്നത്, മുകളിലിരിക്കണം. അപ്പൊ ചേച്ചിക്ക് ഇഷ്ടമുള്ളതാന്ന് ചോദിക്കാം. അപ്പൊ ഞാൻ എന്റെ ഗിരിജ എനിക്ക് കൂടുതൽ നൂലുള്ളത് മടിയാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഗിരിജ ചോദിക്കും അപ്പൊ ഇന്നാള് പറഞ്ഞു വേറെ കൊണ്ടുപോയല്ലോ. അതാ മറ്റത്, അത് കാണിക്കാം ഒരു സെക്കൻഡ്. ഇതാ ഞാൻ പറഞ്ഞ വേറെ ഒരു കൊല്ലെങ്കിലും ആയിട്ടുള്ളതാട്ടോ. ഓ ഇതിന് ഇച്ചിരി സ്ട്രെയിനാ. ആ സ്ട്രെയിൻ. അതെ, ഇതിന് ഇതിന്റെ കൂടെ ഒരു ടവല് കൂടാതെ ഒരു ടവലും കൂടെ അപ്പൊ മേടിച്ചപ്പോ മാർജിനിൽ നിന്ന് തന്നെയാ. ഇതിന്റെ റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞു 1 കൊല്ലത്തോളം ആയിടി. അപ്പൊ ഇത് ഇങ്ങനെ കുഞ്ഞോള് തുണി ഇങ്ങനെ അങ്ങ് മുക്കി വെച്ച് റോഷനൊക്കെ ഒഴിച്ച് മുക്കി വെച്ച് ഇത് ഇങ്ങനെ വെച്ചേച്ചത് ഇങ്ങനെയാ. എന്നിട്ട് പിന്നെ അതിന്റെ അത് ഇടയ്ക്കിടയ്ക്ക് തുണി ഇങ്ങനെ പിഴിഞ്ഞ് മാറ്റി വെച്ച് പിന്നെ ഇതിൽ ചെയ്യും. എന്നിട്ട് പുള്ളിക്കാരി അത് നല്ല ഭംഗിയായിട്ട് കഴുകി അലക്കല്ലിലിട്ട് അലക്കി വെയിലത്തിട്ട് ഉണക്കി വെച്ച് വർക്കേരിയ ഒരു പെരയില അഴയിലിട്ടേച്ച് പോകും. എനിക്ക് പാടായിരുന്നു. അപ്പൊ ഞാൻ കുഞ്ഞോളോട് പറയും ഇതെടുത്ത് തുടച്ചോളാൻ പറയുമ്പോ വേണ്ട ചേച്ചി ഇതിങ്ങോട്ട് തുടച്ചാലും ചെളിപ്പ് പോകും. ഓരോരുത്തർക്കും ഒരേ ശീലങ്ങളല്ലേ. ഞാൻ വെറുതെ ഷെയർ ചെയ്ത് നാട്ടുള്ളൂ. ഇതൊക്കെ പഴയതാണ്, കാണിക്കാൻ വേണ്ടിയല്ല. ഇതിപ്പോ പറഞ്ഞപ്പോ എങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ പലതരത്തിലുള്ളത് നീ പറഞ്ഞ പോലെ ഉണ്ട്. വാക്യൂം ക്ലീനർ എല്ലാവരുടെ വീട്ടിലുണ്ട്. ഞാൻ പിന്നെ ഒരു ഗ്രാമീണ വീട്ടമ്മ ആയതുകൊണ്ട് അങ്ങനെയുള്ള സംഗതിയിലേക്ക് അധികം നോക്കാറില്ല കേട്ടോ. എനിക്ക് സാധാരണ രീതിയിലുള്ള സംഗതികളൊക്കെ താല്പര്യം. പിന്നെ ഇനിയിപ്പോ ഭാവിയിലൊക്കെ അടുത്ത തലമുറകളൊക്കെ എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഞാൻ ഇങ്ങനെയൊക്കെയാ പോണത്. അപ്പൊ ദേ ഞാനൊന്ന് നനച്ചു. എന്നിട്ട് നമുക്കങ്ങ് ഉരുമിക്കളയാം. കുറച്ച് ഇറിച്ചിലടിച്ച വെള്ളമുണ്ട്. ഇതുപോലെ ഒന്നും ഇനി ഇരിക്കൂല കേട്ടോ. ഇതാണ് കണ്ട മുണ്ടൻ കളറായിരിക്കും ഇതിന്. കറുപ്പും വെളുപ്പും കൂടെ വരെയുള്ളതുണ്ടായിരുന്നു. അപ്പൊ അത് പ്രേക്ഷകരോട് ഞാൻ പറയാം എടുക്കാതിരുന്ന എന്താന്നൊരു കാരണം. അതെടുത്താൽ നല്ലതാ, ചെളി പിടിച്ചാൽ അധികം അറിയൂല. അപ്പൊ വെള്ളയും കറുപ്പുമാണ് എടുക്കണമെങ്കിൽ കുഴപ്പം എന്നാന്നറിയാമോ, നമ്മൾ ചിലപ്പോ ഇങ്ങനെ തുടച്ചേച്ച് ഞാൻ ഈ ഇറവാതിക്കലൊക്കെ ഇങ്ങനെ വെച്ചേക്കും. അപ്പൊ ഈ മഴക്കാലത്തെ അതിൽ ചിലപ്പോ എഴുജന്തും കയറിയിരുന്ന അറിയില്ല. എളുപ്പം കൂടെ ആവുമ്പോ അതാണ് അമ്മ അത് ബുദ്ധിപരമായിട്ട് എടുക്കാതിരുന്നത്. കയറി ഇരുന്നിട്ടല്ല, ഇൻ കേസ് കയറി ഇരിക്കും. പോസിബിലിറ്റി നന്നായിട്ടുണ്ട് കയറി ഇരിക്കാൻ. കാരണം നമ്മളെ അറിയൂല അത്. അതാണ് ഈ കളർ എടുത്തത്. ഓ ഭയങ്കര ബുദ്ധിയാ. ചെറിയ ബുദ്ധിയൊക്കെ വേണ്ട. വെയിൽ ഉദിച്ചപ്പോ വെള്ളം വലിഞ്ഞു. നമുക്ക് എന്നാണെങ്കിലും തുടയ്ക്കാം കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ മടിച്ചിയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള സംഗതിയിലൊക്കെയാണ് ചെയ്യുന്നത്. ബെൽറ്റിന്റെ ബക്കിള അത് പോയ ബെൽറ്റാ. അപ്പൊ പണിയാൻ നേരത്ത് കൊടുക്കണം മുണ്ടിന്റെ ബെൽറ്റിന്റെ ബക്കിള. അത് ബെൽറ്റിന്റെ ആ കസേരയിൽ ഇട്ടിട്ടുണ്ട് പോയത് കൊണ്ട്. ഇനി ഞാൻ മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പടി ഇതാവും. പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ മടിച്ചായതുകൊണ്ട് എങ്ങനെയൊക്കെ ആട്ടോ ഞാൻ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അധികം ഇങ്ങനെ നൂലിങ്ങനെ ഇല്ലാത്തതാണ് ഞാൻ എടുത്തത്. കൂടുതൽ നൂലുള്ളത് എടുത്താൽ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നനച്ചു കഴിയുമ്പോ നല്ല ബലായിരിക്കും. അപ്പൊ അത് ഒക്കെ എടുക്കാൻ ഡേഡി ഒരു സംഭവം വന്നേ. ദേ അവിടെ പുല്ലായോ? ദേ കൊള്ളാം. ടൈലേല് വരെ പുല്ലായി. അത് ഈ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴേ അതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നിന്ന് എന്തെങ്കിലും ഇതുണ്ടാവും അവിടെ. നനവ് നനവ് സൈഡില്. അപ്പൊ വെയിലേറ് കൊണ്ട് നന്നായിട്ട് കിളുത്ത് വരാൻ സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ടാ. അതെ ഇപ്പൊ വലിയ കുഴപ്പമില്ലല്ലോ. ഇല്ല. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇരട്ടി ആവും. ഇവിടെ അത് വേറെ വിഷയം എന്ന് വിചാരിച്ച് നമുക്ക് ക്ലീൻ ആക്കി ഇടാതിരിക്കാൻ പറ്റൂല്ലോ. അപ്പൊ ഇത് സാധാരണ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തുടച്ചു കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് പൈപ്പില് കഴുകി വെച്ച് ഇത് ഇങ്ങനെ ഞാൻ പറയാം. ഇങ്ങനെ നമ്മള് വെയിലുള്ള സ്ഥലത്ത് ഇതൊക്കെ പുതിയ പിള്ളേർക്ക് വേണ്ടി പറയുന്ന കേട്ടോ. പഴയ ആൾക്കാർക്ക് ഒരുപാട് ഐഡിയ ഇതിനുണ്ടാവും. വെയിലുള്ള സ്ഥലത്ത് ഇത് കഴുകി വെച്ചത് ഇങ്ങനെ വെള്ളം വാലാൻ വെക്കണം. അപ്പൊ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. ഞാൻ എങ്ങനെയാണെന്നറിയോ ചെയ്യണേ, ഇവിടെയൊക്കെ വെയിലേറെ അധികം ഇല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യണത് ഇത് കഴുകി വെച്ച് നനഞ്ഞു കഴിയുമ്പോ നന്നായിട്ട്. ഇതിപ്പോ കഴിയേണ്ട കാര്യമില്ല. എന്താന്ന് വെച്ചാൽ ഡ്രൈ ആയി ഇരിക്കുവായിരുന്നു. കാണിക്കാൻ വേണ്ടി എടുത്ത് ഇച്ചിരി നനവുള്ളൂ. കഴുകി വെച്ച് ഇതെങ്ങനെ കൊണ്ടുപോയി വെച്ച് ഇതേ ഓടും മുകളിലേക്ക് ഇതെങ്ങനെ അങ്ങനെ ഇറക്കി ഇതെങ്ങനെ ഇവിടെ വെക്കാറുണ്ട് ഞാൻ. ഇതെങ്ങനെ നാളെ ഗ്യാസ് വണ്ടിക്കാർ വന്നപ്പോ എന്നോട് ചോദിക്കും കേട്ടോ, ചേച്ചി എന്നാ മുറ്റത്ത് ഇത് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഉണങ്ങി കിട്ടാനാ മോനെ. ഓക്കെ അപ്പൊ കഴിഞ്ഞല്ലോ പരിപാടി.